ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ 11:40 നമ്മളിങ്ങനെ വായിക്കും, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് മുഖത്ത് നോക്കി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായർ 11:6 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വലിയ പ്രതിഫലം ഇന്ന് നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് കരങ്ങൾ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. 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 ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങൾ ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു, പ്രവർത്തിക്കാൻ പോകുന്നു. വലിയ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസപൂർവ്വം നമുക്ക് കടന്നു വരാം. കാരണം നമ്മുടെ കർത്താവ് വലിയവനാണ്, അത്യുന്നതനാണ്. എല്ലാം ചെയ്തു തരാൻ അവൻ ശക്തനായ ദൈവമാണ്. അടഞ്ഞ വാതിലുകൾ ഈ രാത്രിയിൽ നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. അടഞ്ഞ വഴികൾ നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരും, പുതുതായി തെളിഞ്ഞു വരും. ഇന്നേ വരെ കാണാത്ത വഴികളിലൂടെ നിന്നെ വിസ്മയകരമായി ദൈവം ഈ രാത്രിയിൽ നയിക്കാൻ കടന്നു വരികയാണ്. വിശ്വാസത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് വചനം ഏറ്റുപറഞ്ഞ് വചനം സ്വീകരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. 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 വിശ്വാസത്തോടെ ആരൊക്കെ ഈ രാത്രി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അണയുന്നോ അവരുടെ ജീവിതങ്ങളിൽ അതിശയകരമായി കർത്താവ് ഇടപെടും. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ആ വിശ്വാസമല്ല, ഇന്ന് തീവ്രമായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും, പ്രവർത്തിക്കും, നിലകൊള്ളുമെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നോ അവർ അത്ഭുതങ്ങൾ ദർശിക്കുന്ന മണിക്കൂറിലേക്ക് കടന്നു വരികയാണ്. അതിനാൽ വിശ്വസിക്കാം. വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വലതുകരം ഉയർത്തി പറയാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് കരം താഴ്ത്താതെ വിശ്വാസത്തോടെ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അടുത്തിരിക്കുന്ന ആള്, നിങ്ങളുടെ ഭവനത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാര് കേൾക്കുമാർ ഒന്ന് പറയാമോ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, ആ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവ് നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ രാത്രിയിൽ കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ അവനെ വിളിക്കാൻ, അവനെ ആരാധിക്കാൻ പരിശ്രമിക്കാം. 34-ാം സങ്കീർത്തനം 4-ാം തിരുവചനം പറയുന്നു, അവിടെ വചനം ഇങ്ങനെയാണ്, ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഇത് വിശ്വസിക്കണം. കർത്താവിനെ തേടാൻ വേണ്ടി ഈ രാത്രി നീ ശാലോം ടിവിയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ വചനം നിന്നോട് ഉറപ്പ് പറയുന്നു, നീ കർത്താവിനെ തേടുമ്പോൾ സകല ഭയങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ ഈ രാത്രിയിൽ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവഭയം, ഒരുപക്ഷെ രോഗഭയം നിന്നെ പിടികൂടിയിരിക്കാം, സാമ്പത്തിക ഞെരുക്കം നിന്നെ ഭാരപ്പെടുത്തിയിരിക്കാം, കുടുംബത്തിലെ അസമാധാനങ്ങൾ, സാമ്പത്തിക കടബാധ്യതകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയം, അങ്ങനെ ധാരാളം പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിത പശ്ചാത്തലത്തിലാണ് ഇന്ന് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ വചനം പറയുന്നു, കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ കർത്താവിനെ തേടി.
ഈ രാത്രി കർത്താവിനെ തേടാൻ നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം. യെശയ്യാ 55:6 വചനം ഇങ്ങനെയാണ് സാക്ഷിക്കുന്നത്: കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ഈ രാത്രിയിൽ എല്ലാം മറന്ന്, നിങ്ങളെ തന്നെ മറന്ന് നല്ല കർത്താവിനെ കണ്ടെത്താൻ, അവൻ്റെ നാമത്തെ വിളിക്കാൻ, യേശുവേ എന്ന് വിളിക്കാൻ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ രാത്രിയിൽ കൃപ തരണമേ എന്ന് നെഞ്ചുപൊട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 34:5 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നുവല്ലോ: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഒരു പക്ഷേ ഭയത്തിൻ്റെ നിഴലിലാണോ നീ? അന്ധകാരത്തിൻ്റെ നിഴലിലാണോ? ആകെ തകർന്നു എന്ന ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ? ഇതാ പ്രകാശമായ ക്രിസ്തു ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതം ചെയ്യാൻ, അതിശയം പ്രവർത്തിക്കാൻ കടന്നു വരുന്നു. ഒരു കാര്യം നീ ചെയ്താൽ മതി: വിശ്വസിക്കണം. എൻ്റെ കർത്താവ് ചെങ്കടൽ വിഭജിച്ച് പുതുവഴി തുറന്നവനാണ്. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന് യെശയ്യാ 43 വാഗ്ദത്തം നൽകിയ കർത്താവ് ഇന്ന് നിന്റെ അടുക്കലുണ്ട്. നിന്റെ കുടുംബത്തിൽ ഈ രാത്രി ഇറങ്ങാൻ അവൻ കടന്നു വന്നിരിക്കുകയാണ്. അതൊന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം വരണ്ട ഭൂമിയിൽ എന്ന പോലെ കടന്നുപോയി. എല്ലാ പ്രതീക്ഷകളും അവരെ സംബന്ധിച്ച് നഷ്ടമായ ഒരു പശ്ചാത്തലത്തിൽ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നെങ്കിൽ ഈ രാത്രി നിനക്ക് വേണ്ടിയും കർത്താവ് വഴി തുറക്കും. വിശ്വസിക്കുന്നവര് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി അനേകം നൈറ്റ് വിജിൽ പങ്കെടുത്തിട്ടും അനേകം ധ്യാനങ്ങൾ കൂടിയിട്ടും ചില പ്രതിസന്ധികൾ മാറാതെ നിൽക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം നമ്മുടെ മുൻപിൽ ഒരു ദൃഷ്ടാന്തമായി കർത്താവിൻ്റെ വചനം ഉയർത്തി കാണിക്കുന്നു. നമ്മൾ വായിക്കുന്നു ജോഷുവയുടെ പുസ്തകത്തിൽ, ജെറീക്കോ മതിൽ ദൈവജനത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സമായി നിന്ന വലിയ മതിൽ അവരുടെ ആരാധനക്കിടയിൽ തകർന്നു വീണെങ്കിൽ നീ ഇന്ന് വിശ്വസിച്ച് നല്ല കർത്താവിനെ ആരാധിച്ചാൽ ആ അത്ഭുതം നിന്റെ ജീവിതത്തിലും സംഭവിക്കും. നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ നല്ല കർത്താവിനെ എല്ലാം മറന്ന് ഒന്ന് ആരാധിക്കാനായിട്ട് പരിശ്രമിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഗാന ശുശ്രൂഷയോട് ചേർന്ന്, ഈ ആരാധനയോട് ചേർന്ന് കർത്താവിൻ്റെ ഇടപെടലിനായി പ്രതീക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷം വേണമെങ്കിലും കർത്താവിന് നിന്നെ സ്പർശിക്കാൻ, നിന്നെ മാനിക്കാൻ കർത്താവ് ഒരു അവസരം കണ്ടെത്തും. അത് വിശ്വസിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി ഒന്ന് വായ് തുറന്ന് സ്വരമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ വിളിച്ചാരാധിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. മടി കൂടാതെ, ലജ്ജ കൂടാതെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. എന്റെ കർത്താവേ, യേശുവേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ, വഴി തുറക്കുന്നവനെ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബമെങ്കിൽ വിശ്വസിക്കുന്നു. എൻ്റെ സമൂഹമെങ്കിൽ വിശ്വസിക്കുകയാണ്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വിളിക്കുന്നു. യേശുവേ, വിളിച്ചാരാധിക്കാം, വിളിച്ചു പ്രാർത്ഥിക്കാം. കരങ്ങൾ നടിച്ച് സന്തോഷത്തോടെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ.
രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാലുകളൊന്ന് മാറ്റി ചവിട്ടി. എരിയോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം അർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, വിളിച്ചു പ്രാർത്ഥിക്കുക, വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വെള്ളത്തിൽ നടന്ന കൂടെ വരുവാൻ കർത്തനുണ്ട്. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരമുയർത്തിക്കൊണ്ട് യേശുവിനെ കണ്ടുകൊണ്ട് ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? യേശുവേ, സ്വരമുയരട്ടെ, സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. യേശു കടന്നു വരുന്നുണ്ട്, യേശു ഇടപെടുന്നുണ്ട്. ആരാധിക്കുക, ആരാധിക്കുക. യേശുവേ, കരങ്ങളടിച്ച് ആനന്ദിച്ച് നാലു നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. നാലു നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ
മുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. രണ്ട് കരങ്ങളും ഉയർത്തി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓ യേശുവിന്റെ നാമത്തെ, രക്ഷാനാമത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കൂ. യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഞങ്ങളങ്ങേ വിളിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിച്ച് ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, യേശുവേ ആരാധന, 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 ആരാധന. കാണാത്ത കാര്യങ്ങൾ കണ്ണുകളടച്ച് കൺമുൻപിലെന്ന പോൽ കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാ ഭാരങ്ങളോടും കൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് അല്പസമയം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ കാക്കുന്ന ഒരു ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പരിപാലിക്കുന്നവൻ, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, 121 സങ്കീർത്തനത്തിൽ അപ്രകാരം നമ്മൾ വായിക്കുന്നു. 1 തിരുവചനത്തിൽ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. നമുക്ക് ആ നല്ല കർത്താവ് നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ തൊട്ടടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. അല്പസമയം കൂടി നമുക്കവനെ ആരാധിക്കാം. ശാന്തമായി ഇരുന്നു കൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുക. അങ്ങെന്നുമെൻ ദൈവം തലമുറ തലമുറയാ അങ്ങെൻ്റെ സങ്കേതം തലമുറ തലമുറയാ. നീ ഉറങ്ങുകില്ല, നീ മയങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഭയവും ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം കാതിൽ കരങ്ങളിലാണ്. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് ദൈവം തലമുറ തലമുറയാ അങ്ങെൻ്റെ സങ്കേതം തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല.
തിരുമുഖം ദർശിച്ച് നമ്മളെ സൂക്ഷിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന നല്ല തമ്പുരാൻ്റെ സ്നേഹവും സാന്നിധ്യവും നമ്മളുടെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളും നിറഞ്ഞു വരുന്ന കണ്ടുകൊണ്ട് ആരാധിക്കാം. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. കരങ്ങൾ ഉയർത്തി തലമുറ തലമുറയാ യാഹേ അങ്ങന്റെ സങ്കേതം. തലമുറ തലമുറയാ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ കണ്ണുകളടച്ച് മയങ്ങാത്ത, ഉറങ്ങാത്ത, നമ്മളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന, നമ്മുടെ നൊമ്പരങ്ങൾ അറിയാവുന്ന, കുറവുകൾ അറിയാവുന്ന നല്ല കർത്താവിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ നമ്മളിൽ അഭിഷേകമായി, അനുഗ്രഹമായി നിറയട്ടെ. കർത്താവിന് നന്ദി പറയാം. ആദരവോടെ, സ്നേഹത്തോടെ ഈ രാത്രി മുഴുവനും കർത്താവിൻ്റെ പൊന്നുമുഖത്ത് നോക്കി അവിടെ സ്വരം കേട്ട് അവനെ ആരാധിക്കാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ. കരങ്ങൾ ജ്വലിപ്പിച്ച് ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ടോംസൺ ജേക്കബും ജീവിത പങ്കാളിയായ നീരജ ടോംസണുമാണ്. ഈ കുടുംബത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ചാരത്തിരുന്ന് ജപമാല പ്രാർത്ഥനയിലേക്ക് ഒരു ഗാനം ആലപിച്ച് നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു നേരെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മനസ്സിൻ്റെ ദീപം, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസീമപ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട്
പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്തതിന് അങ്ങയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങയുടെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഗത്സമനയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തുവെന്ന് ധ്യാനിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഈ രഹസ്യത്തോട് ചേർത്ത് ഇപ്പോൾ ഈ ഷാലോം നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മോട് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളും ദുഃഖങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശുദ്ധ മത്തായി 26:38 തിരുവചനം പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മിൽ പലരും തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാകാം. എന്നാൽ നമുക്ക് വേണ്ടി ജീവൻ വിലയായി കൊടുത്ത യേശുവിന് അസാധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ സഹനങ്ങളുടെ യോഗ്യതയാൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനുമായിട്ടുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇനി നൈറ്റ് വിജിൽ രാത്രിയിൽ ഈശോയോടൊപ്പം ഉണർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങളെ ജയിച്ച പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ സഹായം തേടി ഈ ജപമാല രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈശോയെ, ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി ചമ്മട്ടികളാൽ അടിയേറ്റ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ സ്നേഹവും കൂട്ടായ്മയും നഷ്ടപ്പെട്ട് വേദനയിൽ കഴിയുന്ന എല്ലാ മക്കളെയും നമുക്കൊന്ന് ഓർക്കാം. ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി അകന്നു കഴിയുന്ന ദമ്പതികൾ, അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിൽ പിണങ്ങി ജീവിക്കുന്നവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നവർ, വിവാഹ കുടുംബജീവിതമോ വേണ്ടാന്ന് വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി കുടുംബമെന്ന സ്വർഗത്തെ തകർക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റി ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ അനന്തമായ സ്നേഹത്താലും ഐക്യത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കുടുംബത്തെ വലിയ അപമാനത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഈശോയുടെ സഹായം ചോദിച്ച പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളും സഹനത്തിൽ നിന്നും വേദനയിൽ നിന്നും വലിയ ആനന്ദത്തിലേക്ക് കടന്നു വരാൻ അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈശോയുടെ തിരുശിരസിലേറ്റ മുറിവുകളുടെ യോഗ്യതയാൽ എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ഈശോയുടേതാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഠന മേഖലയിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വിജയിക്കാൻ ആവശ്യമായ ദൈവിക കൃപകളാൽ അവരെ നിറയ്ക്കണമേ. കലാലയ രാഷ്ട്രീയത്തിലും മദ്യത്തിലും മയക്കുമരുന്നിലും പ്രണയക്കുരുക്കിലും തുടങ്ങി ഈ ലോകത്തിൻ്റെ എല്ലാ ചതിക്കുഴികളിലും പെട്ടുപോയ എല്ലാ മക്കളെയും ഈശോയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളുടെ പഠനം, ജോലി, വിവാഹം, മറ്റെല്ലാ മേഖലകളിലുമുള്ള എല്ലാ തടസ്സങ്ങളും അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അമ്മ വളർത്തിയതുപോലെ എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും അമ്മയുടെ സംരക്ഷണത്തിൽ വളർത്തണമേ. അവർ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിച്ച് ഈശോയ്ക്ക് സാക്ഷികളാകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ രഹസ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവി 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 മരിയ, ആവി 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 മരിയ, ആവി 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 മരിയ, ആവി 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 മരിയ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വേദനിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം. മാരക രോഗങ്ങളാൽ വിഷമിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, മറ്റ് ചെറുതും വലുതുമായ രോഗങ്ങളെ കഷ്ടപ്പെടുന്നവർ, ആശുപത്രികളിലും വീടുകളിലും ചികിത്സയിൽ കഴിയുന്നവർ, മരണാസന്നരായ രോഗികൾ, ചികിത്സിക്കാൻ പണമില്ലാത്തവർ,
സാമ്പത്തികമായി തകർന്ന് കടക്കെണിയിലായവർ, ജപ്തി നേരിടുന്നവർ, കടഭാരം മൂലം മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ, അപമാനഭാരത്താൽ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവർ എല്ലാവരെയും ഈശോ സഹിച്ച വേദനകളുടെ യോഗ്യതയാൽ വിടുവിക്കുകയും അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാകുലങ്ങളിലും പതറാതെ ഈശോയെ അനുഗമിച്ച പരിശുദ്ധ മാതാവിൻ്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്ത മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. കൊളോസോസ് 1:20 വചനം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ
അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ദൈവം നിയോഗിച്ച തിരുസഭയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥിനികൾ, അൽമായ ശുശ്രൂഷകർ എല്ലാവരെയും ഈശോയെ അങ്ങ് തന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാരെയും മിഷണറി പ്രവർത്തനങ്ങളെയും എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും ഷാലോം മിനിസ്ട്രി പോലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മിനിസ്ട്രികളെയും വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ തിരുസഭ മുഴുവനെയും ഒരു പുത്തൻ പെന്തക്കോസ്ത നൽകി അനുഗ്രഹിക്കണമേ. അതുവഴി ലോക സുവിശേഷവൽക്കരണം എത്രയും പെട്ടെന്ന് സാധ്യമാകുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാന്മായ വിശുദ്ധ യോസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. തറയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയണമേ, നീതി വിളങ്ങും അർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അമലോത്ഭവ
മേശമേ നാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ. പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ. ഞങ്ങളിൽ കനിയേണമേ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.